ദൈവത്തിന് മഹത്വം. ഒരു പകൽക്കാലവും കൂടി കർത്താവ് നമുക്ക് ദാനമായി തന്നതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മൾക്ക് കർത്താവ് ചെയ്ത ഉപകാരങ്ങളൊന്ന് ഓർത്താൽ നമുക്ക് എങ്ങനെ നന്ദി വർണ്ണിക്കാതിരിക്കും പ്രിയമുള്ളവരെ. നമ്മെ ആരോഗ്യത്തോടെ നിർത്തിയത് തന്നെ അവൻ്റെ ദയയും കരുണയുമാണെന്ന് ഓർത്തുകൊള്ളുക. ഹല്ലേലൂയ. ഈ പകൽക്കാലം ദൈവത്തിനായി നമുക്ക് സമർപ്പിക്കാം. ഇന്നത്തെ ചിന്തയ്ക്കായി മത്തായി എഴുതിയ സുവിശേഷം 26 അധ്യായം 6-7 വാക്യങ്ങൾ വായിക്കുന്നു. യേശു ബെഥാനിയിൽ കുഷ്ഠരോഗിയായിരുന്ന ശീമോന്റെ വീട്ടിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ വിലയേറിയ പരിമള തൈലം നിറഞ്ഞ ഒരു വെങ്കൽ ഭരണി എടുത്തുകൊണ്ട് അവൻ്റെ അടുക്കൽ വന്നു. അത് അവൻ്റെ തലയിൽ ഒഴിച്ചു. ആമേൻ, ഹല്ലേലൂയ. തൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റത്തിൽ സന്തോഷാശ്രുക്കൾ പൊഴിച്ച് ആ സ്ത്രീ വിലയേറിയ പരിമള തൈലവുമായി യേശുവിനെ കാണുവാൻ വന്നു. യേശുവിനെ അനുഗമിക്കുന്ന അവൾ ഇന്ന് സ്വതന്ത്രയാണ്. ആമേൻ. എല്ലാ അന്യായ നിയമങ്ങളും ബന്ധനങ്ങളും ദുഃഖങ്ങളും എന്നിൽ നിന്ന് അകന്നുപോയി. ക്രിസ്തുവിൽ അവൾ സ്വതന്ത്രമായി. ആമേൻ, സ്തോത്രം. അവൾക്ക് രൂപാന്തരം വന്നു. ഹല്ലേലൂയ. അവൾക്ക് പാപക്ഷമം ലഭിച്ചു. ആമേൻ. ആ സന്തോഷത്തിലാണ് വിലയേറിയ പരിമള തൈലവുമായി കർത്താവിനെ കാണുവാൻ അവൾ എത്തിയത്. പ്രിയ ദൈവമക്കളെ, നമ്മെ ഓരോരുത്തരെയും കർത്താവ് ഇതുപോലെ വിളിച്ചിറക്കിയതല്ലേ? ഇത്തരത്തിലുള്ള ആഴമേറിയ ഒരു പാപക്ഷമ നമുക്കുണ്ടായിട്ടുണ്ടോ? ഇത്തരത്തിലുള്ള പാപക്ഷമയും സ്വാതന്ത്ര്യവും നമുക്ക് അനുഭവിക്കുവാൻ കഴിയണം. അതാണ് ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം. 1 യോഹന്നാൻ 1:9 നാം വായിക്കുന്നു, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ആമേൻ, ഹല്ലേലൂയ. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയണം. ദിനംതോറും കഴുകൽ പ്രാപിക്കണം. നമ്മൾ രൂപാന്തരം ഉണ്ടാവണം. അതായിരിക്കണം പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി. നമ്മുടെ പ്രവൃത്തികളും ജീവിതവും വചനപ്രകാരം ശരിയായിരിക്കുമ്പോൾ ദൈവിക സ്നേഹം നമുക്ക് അനുഭവിക്കുവാൻ പറ്റും. പ്രിയമുള്ളവരെ, തെറ്റായ കാര്യങ്ങൾ ജീവിതത്തിൽ കടന്നുകൂടുമ്പോൾ അതിനെ ന്യായീകരിക്കാതെ അതിനെ തിരുത്തി നല്ല പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരണം. ഹല്ലേലൂയ. അതാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്ന ജീവിതം. ആമേൻ, സ്തോത്രം. അതായിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നത് തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് പോകുവാനല്ല. ഹല്ലേലൂയ. തെറ്റുകളെ തിരുത്തി ജീവിതം ഹല്ലേലൂയ ക്രമപ്പെടുത്തി ഹല്ലേലൂയ ജീവിത വിശുദ്ധിയോടെ ജീവിക്കുവാനാണ് നമ്മൾ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നമ്മളിലേക്ക് കർത്താവ് തന്നിരിക്കുന്നത്. ഓർത്തുകൊള്ളുക. ഹല്ലേലൂയ, സ്തോത്രം. റോമർ 8 അധ്യായം 26 വാക്യം വായിക്കുന്നു, അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞെരുക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ആമേൻ, ഹല്ലേലൂയ. യേശുവിൻ്റെ അനുകാരികളായി തീരുമ്പോൾ ഒരു പുതിയ ജീവിതാവസ്ഥയിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഇത്തരത്തിൽ രൂപാന്തരം വരുത്തുന്ന ഒരു പ്രധാന ഘടകം പ്രാർത്ഥനയാണ്. ഗ്രാമത്തിലേക്ക് ആദ്യമായി വൈദ്യുതി കടന്നു വരുമ്പോൾ ബൾബും മറ്റും പ്രകാശിക്കുന്നത് ഗ്രാമീണരുടെ ജീവിതത്തെ തന്നെയാണ്. ഇതുപോലെ യേശുവിനെ അനുഗമിക്കുവാൻ തീരുമാനിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാകുന്നത് ഹല്ലേലൂയ, സ്തോത്രം ആ ഒരു അനുഭവമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവികമായ ശക്തി നമ്മിലേക്കും നമ്മിൽ നിന്ന് മറ്റുള്ളവരിലേക്കും പ്രവഹിക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ. നമ്മളുടെ വെളിച്ചം മറ്റുള്ളവരിലേക്കും പ്രകാശമായി തീരും. ഹല്ലേലൂയ. ഇരുട്ടിനെ മാറ്റി വെളിച്ചം വീശുവാൻ തുടങ്ങും. ക്രിസ്തുവിൻ്റെ വെളിച്ചം നമ്മളിൽ ഉണ്ടാകും. ഹല്ലേലൂയ. അതിന് പ്രാർത്ഥന ആവശ്യമാണ്. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ തെറ്റിനെ തിരുത്തി ഹല്ലേലൂയ നമ്മുടെ തെറ്റിനെ തിരുത്തി കർത്താവിനോട് അടുക്കുന്ന ഒരു ഹല്ലേലൂയ നമ്മളും കർത്താവുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ആ സ്ത്രീ വിലയേറിയ പരിമള തൈലവുമായി യേശുവിൻ്റെ അരികിൽ നിന്നതുപോലെ നമുക്ക് നമ്മെ തന്നെ വീണ്ടെടുത്ത യേശുവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിനായിട്ട് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ കണ്ണ് കർത്താവിനെ കാണുന്ന കണ്ണായി മാറട്ടെ. നമ്മുടെ നാവ് കർത്താവിനെ സ്തുതിക്കുന്ന നാവായി മാറട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ചെവി കർത്താവിന്റെ ശബ്ദം കേൾക്കുന്ന ചെവിയായി മാറട്ടെ. നമ്മുടെ കാലുകൾ കർത്താവിന് വേണ്ടി ഓടുന്ന കാലായി മാറട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ശരീരം നമ്മുടെ കർത്താവിന് വേണ്ടി സമർപ്പിച്ചു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവാഹം ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ നമ്മൾ പ്രവഹിക്കുവാൻ തുടങ്ങും. ആമേൻ, സ്തോത്രം. അത് മറ്റുള്ളവരിലേക്കും പകരുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. അത് ഹല്ലേലൂയ നമ്മുടെ കർത്താവിന്റെ ഹല്ലേലൂയ ക്രിസ്തുവിന്റെ ഭാവം നമ്മളിൽ ഉണ്ടാകുവാൻ തുടങ്ങും. മറ്റുള്ളവരോട് നമുക്ക് ക്ഷമിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. മറ്റുള്ളവരെ അംഗീകരിക്കുവാൻ നമുക്ക് കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിൻ്റെ ജീവിതം ഹല്ലേലൂയ നമ്മളിൽ ഉണ്ടാകാൻ തുടങ്ങും. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലെ മാറ്റിമറിക്കുന്ന ഒരു അവസ്ഥയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഉണ്ടാകണം. ആമേൻ, സ്തോത്രം. ഈ വചനത്താൽ എല്ലാവരെയും ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ എന്ന്